നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ കടങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങളും നിന്റെ പ്രതിസന്ധികളും അവസാനിക്കും. അതിലൊന്നാമത് ചെയ്യേണ്ടത് ഒന്നാമത്തേത് ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് കരുതി നിനക്ക് ക്ഷമിക്കാൻ കഴിയണേ. ഒന്നാമത് നീ ക്ഷമിക്കുക, ക്ഷമാശീലനാവുക, സഹനശക്തിയുള്ളവനാവുക. ഇതെല്ലാം എനിക്ക് എന്റെ റബ്ബ് തന്നതാ. അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത. നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു നന്മ തരാൻ എന്റെ റബ്ബ് തീരുമാനിച്ചാൽ അതിന് തടസ്സം നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. ലോകം മുഴുവന് തടസ്സം നിന്നാലും എന്റെ റബ്ബ് എനിക്കൊരു ഖൈർ തരാൻ ഉദ്ദേശിച്ചോ അതെനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ആരെങ്കിലും അല്ലാഹു ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അതല്ലാഹു എനിക്ക് ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല എന്ന പൂർണ്ണമായ ക്ഷമയുണ്ടാവുക. മഹാനായ നബിയുല്ലാഹി അയ്യൂബ്, മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ അയ്യൂബ് നബി 80 വർഷക്കാലം സുഭിക്ഷതയിൽ താമസിച്ച, എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു വെച്ചു കൊടുത്ത, ധാരാളം സമ്പത്തുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്, ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്, ധാരാളം മക്കളുണ്ടായിരുന്നു അയ്യൂബ് നബിക്ക്. ഒരു സുപ്രഭാതത്തിലും മാരകമായ രോഗം പിടികൂടൂ എന്ന് പറഞ്ഞാൽ നാവും ഹൃദയവും അടിച്ച് ശരീരം മുഴുവനും പഴുത്തു പറങ്ങടിച്ച് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഒരാൾ പോലും അടുത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ മാരക രോഗമായോ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ചികിത്സിച്ച് പൈസയെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെല്ലാം ഓരോരുത്തരായി മരണപ്പെട്ടു പോയി, ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെട്ടപ്പോ ഭാര്യമാര് അയ്യൂബ് നബി ഉപേക്ഷിച്ചു പോയി. അവസാനം റഹ്മ എന്ന ഭാര്യ മാത്രം അവശേഷിക്കുകയാ. നാട്ടുകാര് പറഞ്ഞ അയ്യൂബേ നിനക്ക് പകർച്ചവ്യാധിയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്നാലും പകർച്ചവ്യാധി ഞങ്ങൾക്ക് പടരും, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണേ അയ്യൂബേ. 80 വർഷക്കാലം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാട്ടുകാർ കാടിന്റെ നടുവിലേക്ക് ഓരോല കുടിലുപെട്ടി അവിടേക്ക് താമസം മാറ്റി നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് നടക്കാൻ കഴിയാറ്, ഒന്നിരിക്കാൻ കഴിയാറ്. അയ്യൂബ് നബി മാരക രോഗത്തിൽ പെട്ടപ്പോ ഭാര്യ ചോദിച്ചു അത്ര അയ്യൂബ് നബിയോട്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലയോ, ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരില്ലയോ? സഹോദരാ സഹോദരി, അയ്യൂബ് നബി പറഞ്ഞ മറുപടി 80 വർഷക്കാലം എന്റെ റബ്ബിനിക്ക് ആവോളം അനുഗ്രഹം ചൊരിഞ്ഞു തന്നതാ. ഇനി എന്റെ റബ്ബിനിക്കൊരു പരീക്ഷണം തരുമ്പോ ഞാൻ എന്തിനാണ് എന്റെ റബ്ബിനോട് വേവലാതി കാണിക്കുന്നത്? അവൻ എന്നെ 80 വർഷം സുഖിപ്പിച്ചവനല്ലേ, ഇനി അവൻ എന്നെ പരീക്ഷിച്ചു കൊള്ളട്ടെ. അവൻ എന്ന സുഖത്തൊരു പകരമാവില്ലല്ലോ ഇത്, അതുകൊണ്ട് എന്റെ റബ്ബിനോട് എനിക്ക് പറയേണ്ടതില്ല എന്ന് പറഞ്ഞു മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. മഹദിയായ റഹ്മാ ബീവി അടുക്കളപ്പുറത്ത് പോയി അടിമവേല ചെയ്ത് തന്റെ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു റഹ്മാ ബീവി. ഒരു ദിവസം ചരിത്രത്തിന് കാണാം, സ്വന്തമായി മലമൂത്ര വിസർജനത്തിന് പോകാൻ കഴിയാത്ത അയ്യൂബ് നബി റഹ്മാ ബീവി കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി വീടിന്റെ മറുഭാഗത്തുള്ള മരുഭൂമിയുടെ ഭാഗത്ത് മലമൂത്ര വിസർജനത്തിനിരുത്തി. എന്നിട്ട് റഹ്മ എന്ന ഭാര്യ വീട്ടിലേക്ക് പോയി ജോലി ചെയ്യാൻ. മലമൂത്ര വിസർജനത്തിന് ആവശ്യം കഴിഞ്ഞ് അയ്യൂബ് നബി തുറസ് പ്രദേശത്തിരിക്കുകയാ. സ്വന്തമായിട്ടും എഴുന്നേക്കാൻ കഴിയാതെ റഹ്മ
എന്റെ ഭാര്യയെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അല്ലാഹുവേ അല്ലാഹുവേ, എത്ര നേരം കണ്ടിരുന്ന ഇരിപ്പിൽ ഞാൻ ഇരിക്കുകയാണ്, എന്റെ ഭാര്യ വിളി കേൾക്കുന്നില്ല. പടച്ചവനെ അല്ലാഹുവേ, 80 വർഷം ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിൽ വെന്തുരുകുമ്പോഴും അയ്യൂബ് നബി പൊട്ടിക്കരഞ്ഞില്ല, അള്ളാഹിനോട് പൊറുതി കാണിച്ചില്ല. പക്ഷേ ആ സമയത്ത് ഇരുന്നിരുന്ന് മടുത്തപ്പോ അയ്യൂബ് നബി ചിന്തിച്ചു പോയി, അല്ലാ, സ്വന്തമായിട്ട് എനിക്ക് എഴുന്നേറ്റ് ഒരടി നടക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ മറ്റൊരാളെ പതിയിട്ടിച്ച് ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. അള്ളാഹുവേ, മറ്റൊരാൾക്ക് ഞങ്ങൾ ഭാരമാകുന്നൊരവസ്ഥ വരുന്നതിന് മുമ്പ് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ആ അവസ്ഥ വല്ലാത്ത ഭീകരമാണ്. അയ്യൂബ് നബി ചിന്തിച്ചു, അല്ലാഹുവേ, എഴുന്നേറ്റൊരടി നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ. അപ്പോഴാണ് അയ്യൂബ് നബി ദുആ ചെയ്തത്, റബ്ബി അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കൊരു രോഗം വന്നിട്ടുണ്ട്, എനിക്കൊരു പരീക്ഷണം വന്നിട്ടുണ്ട്. വ അൻത അർഹമുർ റഹീമീൻ. നീ അടിമകളോട് കരുണയുള്ളവനാണല്ലോ അല്ലാഹുവേ. രോഗം ശിഫയാക്കാൻ പറഞ്ഞില്ല, അലമുറയിട്ട് നിലവിളിച്ചില്ല. ദുആയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. ദുആ ചെയ്യേണ്ടത് പോലെ ചെയ്യണം. അല്ലാഹുവേ, ഒരു വിപത്ത് എനിക്ക് വന്നിട്ടുണ്ട്, അത് നിനക്കറിയാമല്ലാ. വ അൻത അർഹമുർ റഹീമീൻ. നീ കരുണയുള്ളവരിൽ കരുണയുള്ളവനാണല്ലോ അല്ലാ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പ്രതീക്ഷ കൈവിടരുത്. ചില സമയത്ത് ദുആ അല്ലാഹു സ്വീകരിക്കും. ഇത് പറയേണ്ട താമസം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, എവിടെയാണ് അയ്യൂബേ? ഇവിടെയാണ് അല്ലാ. ഉറുഖുദു ബിരിജിലിക. നിന്റെ കാലുകൊണ്ട് മരുഭൂമിയിലൊന്ന് തരിക്കയ്യൂബേ. ആ ചുറ്റുപടുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ കാലുകൊണ്ടൊന്ന് വരച്ചപ്പോ ജലസരിത്തുകൾ നിർഗളിച്ചു. അയ്യൂബേ, ആ അരുവിയിൽ കാലുമുക്ക്, ആ അരുവിയിൽ കാലുമുക്ക്. ഇന്നും ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബിയുടെ കാലുമുക്കിയ കിണറെന്ന് പറയപ്പെടുന്നു. ഈ വിനീതൻ കഴിഞ്ഞ മാസം അവിടെ എത്തിയിരുന്നു. ഇന്നും ആ ജലസരിത്ത് ഒമാനിലെ സലാലയിലെ വയനാട് പോലെയുള്ളൊരു ഭൂപ്രദേശത്ത് കാണാം, ഇന്നും കാണാം. മരുഭൂമിയിൽ വെള്ളമുണ്ടായി. കാലുമുക്കയ്യൂബേ. അയ്യൂബ് നബി ചോദിച്ചു, അല്ലാഹുവേ, ആദാ മുഖത്തസരുൻ ബാരിദും വശറാബ്. ഇത് കുടിക്കാനും കുളിക്കാനുമുള്ള പച്ചവെള്ളമല്ലേ അല്ലാ. ഇവിടെ എന്നെ നോക്ക്. അയ്യൂബ് നബി ചോദിച്ചു, പച്ചവെള്ളത്തിന് 2 ഗുണമേ ഉള്ളൂ, ഒന്ന് കുടിക്കാം, ഒന്ന് കുളിക്കാം. എന്റെ രോഗം മാറാൻ പച്ചവെള്ളം. ഈമാൻ വേണം. ഈമാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. അയ്യൂബിനെ ചോദിച്ചു, ഹാദാ സൂറത്ത് സ്വാദ്. ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ഹാദാ മുഖത്തസരുൻ ബാരിദുൻ വശറാബ്. ഇത് കുടിക്കാനും കുളിക്കാനുമുള്ള പച്ചവെള്ളമല്ല അല്ലാഹുവേ. അതിനപ്പുറത്തേക്ക് എന്ത് ഗുണം? അല്ലാഹു പറഞ്ഞു, അയ്യൂബേ, ഞാനാണ് പറഞ്ഞത്. ഉറുഖുദു ബിരിജിലിക. നിന്റെ കാലുമുക്കയ്യൂബേ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പച്ചവെള്ളത്തിൽ കാലുമുക്കിയപ്പോ നാവ് ഹൃദയമൊടിച്ച് ശരീരം മുഴുവനും വിറച്ചു വിറഞ്ഞു പോയ അയ്യൂബ് നബിയുടെ രോഗം ശിഫയായി. പഴയ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു വന്ന അയ്യൂബ് നബി. റഹ്മാ ബീവി വീട്ടിൽ നിന്ന് ഓടി വന്നു. ഭർത്താവ് ഇവിടെ കാണുന്നില്ല. അവിടെ ഇരുത്തിയിട്ട് പോയതാണ്. മലമൂത്ര വിസർജനത്തിനെത്തിയ സ്ഥലത്ത് പോയപ്പോ അവിടെ സുന്ദരനായൊരു പുരുഷൻ നിൽക്കുകയാണ്. ഓടി വന്ന റഹ്മ ചോദിച്ചു, ഇത് എന്റെ അയ്യൂബിനെ പോലെ തോന്നുന്നല്ലോ. എന്റെ ഭർത്താവ് അയ്യൂബ് നബിയെ പോലെ സുന്ദരനായ സുമുഖനായ പഴയകാല യശസ്സും മോദസ്സുമുള്ള എന്റെ അയ്യൂബ് നബിയെ പോലെ, എന്റെ പഴയ അയ്യൂബ് നബിയെ പോലെ തോന്നുന്നല്ലോ. മണ്ണെന്താ, നിങ്ങളാരാണ്? അയിന അയ്യൂബ്, എന്റെ ഭർത്താവായ അയ്യൂബിനെ നിങ്ങൾ കണ്ടോ? ആ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റഹ്മാ അന അയ്യൂബ്, ഞാൻ നിന്റെ ഭർത്താവായ അയ്യൂബാണ്. അല്ലാഹുവിനേക്ക് സൗന്ദര്യം തിരിച്ചു തന്ന റഹ്മാ, നമ്മുടെ ക്ഷമയ്ക്ക് അല്ലാഹു പ്രതിഫലം തന്നു റഹ്മാ. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് ബേജാറാവരുത്. വസ്ബിർ ലിഹുക്മി റബ്ബിക. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിക്കുക. ഇന്നാ വജദ്നാഹു സബിറാ. അയ്യൂബന്റെ ഏറ്റവും സബറുള്ള അടിമയായിരുന്നു.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞല്ലേ, അപ്പൊ നിർത്തും. അള്ളാഹു തൗഫീഖ്